മറയ്ക്കുവാൻ, വെണ്മയുടെ വസ്ത്രം ധരിപ്പിക്കുവാൻ ക്രിസ്തു കാൽവരിയിൽ നഗ്നനായി കുരിശിൽ തൂങ്ങിക്കിടന്നു. എൻ്റെയും നിങ്ങളുടെയും പാപം മൂലം വിരൂപമാക്കപ്പെട്ട നമ്മുടെ രൂപത്തെ രൂപപ്പെടുത്തുവാൻ ക്രിസ്തു കാൽവരിയിൽ വിരൂപനാക്കപ്പെട്ടു. എൻ്റെയും നിങ്ങളുടെയും മരണത്തെ മാറ്റുവാൻ ക്രിസ്തു കാൽവരിയിൽ എനിക്കും നിങ്ങൾക്കുമായി മരിക്കുവാൻ തയ്യാറായി. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-16 അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനം 4-10 ഈ വചനം അല്പം കൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ ഇപ്രകാരം പറയുകയാണ്: നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതാണ് സ്നേഹം. പ്രിയമുള്ളവരെ, ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ക്രിസ്തുവിൽ പൂർത്തീകരിച്ച സകലതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരുടെയും സങ്കീർത്തനങ്ങളുടെയും ഗ്രന്ഥങ്ങളിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൽ നിറവേറിയതൊക്കെ അതിനു മുൻപേ തന്നെ പ്രതീകങ്ങളായി, പ്രവചനങ്ങളായി തിരുവെഴുത്തുകളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പഴയ നിയമങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നിഷ്കളങ്കനായ വധിക്കപ്പെടുന്ന ആബേൽ ക്രിസ്തുവിന്റെ പ്രതിരൂപമാണ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ മോറിയ മലയിൽ തോളില് വിറകുമായിട്ട് യാത്ര ചെയ്യുന്ന ഇസാക്ക് യേശുവിൻ്റെ പ്രതീകമാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു പെസഹ കുഞ്ഞാട് ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ പാപപരിഹാര ബലിയായി ഇസ്രായേൽ ജനം തിരഞ്ഞെടുക്കുന്ന ബലിയാട് ക്രിസ്തുവിൻ്റെ ഒരു പ്രതീകമാണ്. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 29 യേശുവിനെ നോക്കി യോഹന്നാൻ പറയുന്നുണ്ട്: ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രവചനങ്ങളുടെ പൂർത്തീകരണം കൂടിയാണ് ദുഃഖവെള്ളി എന്ന് ഈ ദിനത്തിൽ ഞാനും നിങ്ങളും തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 14 അവനെ കണ്ടവർ അമ്പരന്ന് പോയി, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനാക്കപ്പെട്ടു, അവന്റെ രൂപം മനുഷ്യൻ്റെതല്ല. വീണ്ടും യെശയ്യാ പ്രവാചകൻ 53:3 പറയുകയാണ്: അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു, അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു, അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു.